ഹായ് വൺസ് അഗെയിൻ ഗുഡ് ഈവനിങ്. നമ്മുടെ നിയോഫൈ അക്കാദമിയുടെ ഒരു പ്രോഗ്രാമാണ് ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഇതിനെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് ഒരു 3-4 മാസമായവരുണ്ടാവാം. പലതരത്തിലുള്ള ആൾക്കാർ ഇതിനിപ്പോൾ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ ഇവിടെ വന്നിട്ടുണ്ടാവും. പല രാജ്യങ്ങളിൽ നിന്നായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിൽ 1 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റിവെച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോഗ്രാം. ഇന്ന് നിയോഫെ അക്കാദമി ജനുവരി 2026 ജനുവരി 14 സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 6 മാസം കംപ്ലീറ്റ് ചെയ്യുകയാണ്. വളരെ നല്ല രീതിയിൽ, വളരെ നല്ലൊരു സക്സസ് ആയിട്ട്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, ട്രാൻസ്പെറന്റ് ആയിട്ട് ഈ ഒരു 6 മാസം കൊണ്ട് വളരെ നല്ല രീതിയിൽ ഗ്ലോബലി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. എന്താണോ നിയോഫെ അക്കാദമി ഉദ്ദേശിക്കുന്ന വിഷനും അതേപോലെ തന്നെ മിഷനും അത് കൃത്യമായിട്ട് പാലിക്കുവാനും അത് കൃത്യമായിട്ട് ഇതുവരെ ഫോളോ ചെയ്യാനും ഇനിയും വലിയൊരു വിഷനോട് കൂടി മുമ്പോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇന്ന് ശരിക്കും നമ്മളൊരു ഫ്ലൈറ്റ് ഒക്കെ ടേക്ക് ഓഫിന് മുമ്പ് ജസ്റ്റ് ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ അല്ലെ, ഒരു ചെറിയ സ്പീഡിൽ വന്നൊരു വലിയൊരു ടേക്ക് ഓഫിലേക്ക് പോവുകയാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ജൂലൈ 1 ഇന്ന് നമ്മളൊരു വലിയ ടേക്ക് ഓഫിലേക്ക് പോകുന്ന സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആണ്. ഇന്ന് നിയോഫെ അക്കാദമിയുടെ ഒഫീഷ്യൽ പുതിയ വെബ്സൈറ്റ്, നമ്മൾ നേരത്തെ പഴയ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് അറിയാം, നമ്മൾ വെബ് 3 ഫോർമാറ്റിലേക്ക് അല്ലെങ്കിൽ വെബ് 3 ഇന്റഗ്രേഷനിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. നമ്മൾ വെബ് 2 വെബ് 3 വളരെ ഫാസ്റ്റ് ആയിട്ട് ടെക്നോളജി ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ഫിൻടെക് മേഖലയിൽ ഇന്ന് വെബ് 3 വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി അഡാപ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ പുതിയ വെബ്സൈറ്റും അതേപോലെ തന്നെ പുതിയ സോഫ്റ്റ്വെയറും വെബ് 3 ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇന്ന് നമ്മൾ മാറുകയാണ്. പുതിയ വെബ്സൈറ്റ് നിയോഫൈ അക്കാദമി .com എന്ന് പറയുന്ന വെബ്സൈറ്റ് ഇന്ന് പുതുതായിട്ട് ലോഞ്ച് ചെയ്തു. അതേപോലെ തന്നെ മറ്റന്നാൾ മുതൽ 3-ാം തീയതി മുതൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാവർക്കും വെബ് 3 ഇന്റഗ്രേഷനിൽ പുതിയ ആപ്ലിക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ പുതിയ വെബ്സൈറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ട്രാൻസാക്ഷനും അതേപോലെ തന്നെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ ആപ്ലിക്കേഷനാണ് നമുക്ക് ഇനി ഉപയോഗപ്രദമായി വരിക. അത് ഫ്യൂച്ചറിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഏതൊരു സാധാരണക്കാരന് ഈസി ആയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് 3-ാം തീയതി മുതൽ നമുക്കത് എല്ലാവർക്കും, ഇപ്പൊ അതിന്റെ ഒരു മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നാളെ വൈകുന്നേരം കൊണ്ട് അത് കംപ്ലീറ്റ് ആവും. വെബ്സൈറ്റ് ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അത് മറ്റന്നാൾ മുതൽ എക്സിസ്റ്റിംഗ് കമ്മ്യൂണിറ്റികളുള്ളവർക്ക് അത് പുതിയ ഇത് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പുതിയ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരെയും ഈ ഒരു നല്ല ദിവസം നമുക്ക് ജൂലൈ 1 ഇന്നത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഒക്കെ ഉണ്ട്. ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രയത്നം ഒക്കെ ഇതിന്റെ പുറകിലുണ്ട്. എന്തായാലും നിയോഫെ അക്കാദമിയുടെ ലക്ഷ്യങ്ങൾ വളരെ വലുതാണ്. കൂടെ നിന്ന് നമ്മൾ വളരെ നല്ല രീതിയിലായിട്ടുള്ള ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് മുമ്പോട്ട് പോകുന്നത്. അതിന്റെ നേരത്തെ പറഞ്ഞ ഒരു ടേക്ക് ഓഫ് ഡേ ആണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു നമ്മൾ ഇതിനകത്ത് ഒരു ഫോറക്സ് മാർക്കറ്റ് ആണല്ലോ നമ്മൾ പ്രധാനമായിട്ടും ഈ നിയോഫെ അക്കാദമിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് പല ആൾക്കാരുകളും ട്രേഡ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഫോറക്സ് ട്രേഡിംഗ് എന്നുള്ളത് കേൾക്കുന്നുണ്ടാവും. പല ആൾക്കാരും കൺഫ്യൂഷൻസിലാണ് അല്ലെ. ഒരു പുതിയ മേഖലകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ ടെക്നോളജി മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് ഒരു ഒരു കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കാണ്ട് പലപ്പോഴും എടുത്തു ചാടും. അല്ലെങ്കിൽ നമുക്കൊരു ചേഞ്ച് പെട്ടെന്ന് ഇതിന്റെ ഫ്യൂച്ചറിൽ എന്താണ്, ഇതിന്റെ ഒരു ക്ലിയർ പിക്ചർ എന്താണെന്ന് മനസ്സിലാക്കാതെ പല അബദ്ധത്തിലും ചെന്ന് ചാടിയേക്കാം. അങ്ങനെ പല മിസ്റ്റേക്കുകളും പറ്റും. അത് ഏതൊരു മേഖലയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഞാനാണെങ്കിലും ആരാണെങ്കിലും അത് പല മിസ്റ്റേക്കുകളും തുടക്കത്തിൽ പറ്റും. പിന്നീട് നമ്മൾ അത് തിരിച്ചറിയുകയും കൃത്യമായിട്ട് ഇത് എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ പൊട്ടൻഷ്യൽ എന്താക്കി മനസ്സിലാക്കി കൃത്യമായ ഒരു ഗൈഡൻസ് കൊടുത്ത ആൾക്കാരെ അതിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ആൾക്കാർ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണെന്ന്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. അതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുത്തുകൊണ്ട് കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇന്ന് നിയോഫെ അക്കാദമി മുമ്പോട്ട് പോകുന്നത്. അതിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്ന നിയോഫെ അക്കാദമിയുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഫോറക്സ് മേഖലയിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു മോർ ദാൻ 7 years എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, നമ്മൾ പല ആൾക്കാരും ട്രേഡ് ചെയ്യുന്നുണ്ടാവും. എങ്ങനെ എന്താ അതിനകത്ത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ഒരു സാധാരണ ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് ഫോറക്സ് ട്രേഡിങ്ങിലൂടെ പഠിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് ഇന്ന് ഫോറക്സ് നിയോഫെ അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് ആൾക്കാരിൽ എത്തിക്കുകയും നമ്മുടെ നിയോഫെ അക്കാദമിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആദ്യമായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. മിസ്റ്റർ ജുനൈദ്, പ്ലീസ്. താങ്ക് യു അനീഷ് ബ്രോ. ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ്. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ.
അപ്പോ അനീസ് ബ്രോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ വെബ്3 വെബ്സൈറ്റിന്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? യെസ്, ഓക്കെ. ഓക്കെ. അപ്പോ നമ്മള് ഇന്ന് ഇന്ന് പ്ലാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് അനീസ് ബ്രോ പറഞ്ഞതുപോലെ തന്നെ കുറെ ആൾക്കാർ ഫോറക്സ് എന്ന് കേൾക്കുന്നുണ്ട്, കുറെ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആക്ച്വലി നമ്മള് ഏഹ്, ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഫോറക്സ് എന്ന് പറയുന്ന ആ ഒരു മാർക്കറ്റിനെ പറ്റി ജസ്റ്റ് ബ്രീഫ് ആയിട്ട് ഒന്ന് പറയാന്നുള്ളതാണ് ഞാൻ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ കുറെ കാലമായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഇതില്, അല്ലെങ്കിൽ ജസ്റ്റ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുടെ ഒരു മീറ്റിംഗ് ആണ് ഇന്നത്തെ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ, ചിലപ്പോൾ ചില ആളുകൾക്ക് ഇത് കേട്ടതായിട്ടൊക്കെ തോന്നാം, എങ്കിൽ പോലും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോറക്സ് മാർക്കറ്റ്, അതിനെപ്പറ്റി ബ്രീഫ് ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഈ ഒരു സെഷൻ കൊണ്ട്. ഫോറക്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ 24x5 നമുക്ക് എന്താ പറയാ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാർക്കറ്റാണ്. അപ്പോ സ്വാഭാവികമായിട്ട് ഫോറക്സ് എന്താണ് ഫോറക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ അതിന്റെ പേരിൽ തന്നെ ഉണ്ട്. ഫോറക്സ് എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് എന്നുള്ള രണ്ട് വേർഡ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഫോറക്സ് എന്ന് പറയുന്ന ആ ഒരു പേര് തന്നെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ കറൻസീസ് എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോറക്സ് മാർക്കറ്റിൽ ചെയ്യുന്നത് കറൻസീസ് എക്സ്ചേഞ്ച് ചെയ്യും. USD INR ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ യൂറോ USD ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു, GBP USD ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ജാപ്പനീസ് yen USD ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇത്തരത്തിൽ കറൻസികൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു മാർക്കറ്റ് മാത്രമാണ് ഫോറക്സ്. അപ്പോ നമ്മളൊക്കെ ഇപ്പൊ ഈ ഒരു നിയോഫൈയിൽ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ നിയോഫൈ അക്കാദമിയെ പറ്റി കേട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഫോറക്സ് ട്രേഡിങ്ങിനെ പറ്റി കേട്ടത് കൊണ്ടോ മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും ഫോറിൻ എക്സ്ചേഞ്ചിൽ ഭാഗവാക്കായിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ദുബായിൽ പോകുന്ന ഒരാളാണെങ്കിൽ അവരെ സംബന്ധിച്ച് ദുബായിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ കറൻസി വെച്ചിട്ട് അവിടുത്തെ സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് നമ്മുടെ കയ്യിലുള്ള കറൻസി ഒന്നുകിൽ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കയ്യിലുള്ള INR മാറ്റി ഗൃഹം വാങ്ങാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എല്ലാ ആൾക്കാരും ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആമസോണിന്റെ ഒക്കെ USA വെബ്സൈറ്റ് ഉണ്ട്, US വെബ്സൈറ്റ് ഉണ്ട്. അതിലൊക്കെ കയറി നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമ്മൾ പക്ഷേ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്നത് INR ആയിരിക്കും, പക്ഷെ അത് അവിടെ കിട്ടുന്ന റിസീവ് ആകുന്നത് ഡോളർ ആയിട്ടായിരിക്കും. അല്ലെങ്കിൽ അലിബാബ എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്, ചൈനയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് സൈറ്റ് ആണ്. അപ്പൊ അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മളെ ഡെബിറ്റ് ആവുന്നത് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവുന്നത് INR ആയിരിക്കും, പക്ഷെ അവിടെ റിസീവ് ആവുന്നത് ചൈനീസ് യുവാൻ ആയിട്ടോ അല്ലെങ്കിൽ ഡോളറൊക്കെ ആയിട്ടായിരിക്കും. ഇനി അതല്ലെങ്കിൽ ഇപ്പം യൂറോപ്യൻ കൺട്രീസിലൊക്കെ ധാരാളം ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ആയിട്ട് ധാരാളം ആൾക്കാർ പഠിക്കുന്നതോ വർക്ക് ചെയ്യുന്നതോ ആയിട്ടുണ്ട്. അപ്പൊ അവരവിടെ നിന്ന് നമുക്ക് പണി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ ജോബിലൂടെ കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് മണി അയച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ റിസീവ് ആവുന്നത് INR ആയിട്ടാണ്. അവരവിടെ നിന്ന് അയക്കുന്നത് യൂറോ ആയിട്ടോ അല്ലെങ്കിൽ GBP ആയിട്ടോ USD ഒക്കെ ആയിട്ടായിരിക്കും, പക്ഷെ നമുക്ക് ഇവിടെ റിസീവ് ആവുന്നത് INR ആയിട്ടാണ്. അതിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പലതരത്തിലും ഫോറക്സ് മാർക്കറ്റുമായിട്ട് ഡെയിലി ലൈഫിൽ ഡേ ടു ഡേ ലൈഫിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ദുബായിൽ പോയി നമ്മളൊരു 1000 ദിർഹം വാങ്ങണമെങ്കിൽ അപ്രോക്സിമേറ്റ് പ്രൈസ് പറയണം, 24,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് 1000 AED കിട്ടുക, ദുബായ് ദിർഹം കിട്ടുക. നമ്മളത് വാങ്ങുന്നു, തിരിച്ച് നാട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള AED നമ്മൾ ഇന്ത്യയിലെത്തി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കൊടുത്ത പൈസ തന്നെ കിട്ടണമെന്നില്ല. 24,000 മുടക്കിയിട്ടാണ് നമ്മൾ 1000 AED വാങ്ങിയതെങ്കിൽ ഇന്ത്യയിലെത്തി നമ്മളത് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 1000 AEDക്ക് 23,000 അല്ലെങ്കിൽ 22,000 ഒക്കെ കിട്ടും. ഇത്തരത്തില് ഡെയിലി അല്ലെങ്കിൽ ഓരോ സെക്കൻഡിനും കറൻസിയുടെ വില വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നത്. കറൻസീസ് അതിന്റെ വാല്യൂ എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ചേഞ്ച് ആണ് ശരിക്കും പറഞ്ഞാൽ ഫോറക്സിലെ ഒരു എസൻസ് എന്ന് പറയുന്നത്. ഇനി ഫോറക്സ് മാർക്കറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 7 ട്രില്യൺ വോളിയത്തിൽ ട്രേഡ് നടക്കുന്ന ഒരു മാർക്കറ്റാണ് ഫോറക്സ് മാർക്കറ്റ്. ഡെയിലി ആണ്. അതായത് നമ്മളെ ഗ്ലോബൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് വരുന്നതിനേക്കാൾ എല്ലാ രാജ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വരുന്ന വോളിയം കൂടി കമ്പൈൻ ചെയ്താൽ പോലും ഫോറക്സ് മാർക്കറ്റിൽ വരുന്ന ട്രേഡിംഗ് വോളിയം അതിനേക്കാൾ എത്രയോ കൂടുതലാണ്. 7 ട്രില്യൺ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 6 ലക്ഷം കോടിക്ക് പുറത്ത് വരും. നമ്മൾ INR പറയുകയാണെങ്കിൽ 6 ലക്ഷം കോടിക്ക് പുറത്ത് ഡെയിലി ട്രേഡിംഗ് നടക്കുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു എക്സ്ചേഞ്ച് കൂടിയാണ് ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ലാർജസ്റ്റ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഇൻ ദ വേൾഡ്. ഇനി
എന്തുകൊണ്ടാണ് ഫോറക്സ് മാർക്കറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ പല രാജ്യങ്ങളും പല തരത്തിലുള്ള ബിസിനസ്സുകൾ മീൻസ് പിന്നെ ഇടപാടുകൾ നടത്തുന്നുണ്ട്. ഇപ്പൊ കച്ചവടം ആയാലും അല്ലെങ്കിൽ പ്രൊഡക്റ്റോ സർവീസോ എന്തൊക്കെയായാലും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മൾ. ചില രാജ്യങ്ങൾ ഇപ്പൊ ഇന്ത്യന്റെ കേസ് പറയുകയാണെങ്കിൽ ഇന്ത്യ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, മെഷീനറീസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ മെഡിസിൻസ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, സോഫ്റ്റ്വെയർസ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങളും പലതരത്തിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ കറൻസികൾ വലിയൊരു റോളാണ് പങ്കുവയ്ക്കുന്നത്. ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ഐറ്റത്തിന് നമുക്ക് INR കിട്ടിയിട്ടേ കാര്യമുള്ളൂ അല്ലെ. ഇന്ത്യയിൽ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ സ്പെൻഡ് ചെയ്യണമെങ്കിൽ INR വേണം. അതുപോലെ തന്നെ നമ്മൾ പിന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന പിന്നെ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിന് നമുക്ക് INR ആണ് കിട്ടുന്നത്. നമ്മൾ ചിലപ്പോൾ US എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. അവരാണ് യൂസ് ചെയ്യുന്ന കറൻസി USD ആണ്. ഡോളർ നമുക്ക് ഇന്ത്യയിൽ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ഇത്തരത്തിൽ ഓരോ രാജ്യവും ഓരോ ദിവസവും ഇത്തരത്തില് കറൻസീസ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ട്രേഡ്സിനെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്സിനെ പിന്നെ ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഫോറക്സ് മാർക്കറ്റ്. ഡിഫറെന്റ് ആയിട്ടുള്ള കൺട്രീസ്, ഡിഫറെന്റ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഡിഫറെന്റ് ആയിട്ട് വരുന്ന കറൻസീസ് ബ്രിഡ്ജ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഫോറക്സ് മാർക്കറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് നിലനിൽക്കുന്നത്. കാരണം എല്ലാ രാജ്യങ്ങളും പരസ്പരം പലതരത്തിലുള്ള പണമിടപാടുകൾ നടത്തുന്നുണ്ട്. ഇനി ആരൊക്കെയാണ് ഈ ഒരു ഫോറക്സ് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ബാങ്ക്സ് ഉണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ഫോറക്സിൽ പിന്നെ ട്രേഡ്സ് അല്ലെങ്കിൽ കറൻസികൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ബാങ്ക്സ് ആണ്. ബാങ്കുകൾ നേരത്തെ പറഞ്ഞ യൂറോപ്യൻ കൺട്രീസിലൊക്കെ നമുക്ക് ഒരു യൂറോപ്യൻ ബാങ്ക് വഴി നമുക്ക് ഇങ്ങോട്ട് പണം അയക്കുന്ന സമയത്ത് INR ആയിട്ടാണ് നമുക്ക് റിസീവ് ചെയ്യുന്നത്. എന്നാൽ ബാങ്കുകൾ കറൻസികൾ കൈമാറ്റം ചെയ്യുന്നതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുപോലെ ബിസിനസ്സുകളുണ്ട്, ഇമ്പോർട്ടേഴ്സ് ഉണ്ട്, എക്സ്പോർട്ടേഴ്സ് ഉണ്ട്, ട്രാവലേഴ്സ് ഉണ്ട്. പല രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് ഓരോ രാജ്യത്തിന്റെയും കറൻസി നമ്മുടെ കയ്യിൽ ആവശ്യമാണ്. ഇത്തരത്തിലുള്ള അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലുള്ള ഓൺ കറൻസി മീൻസ് നമ്മുടെ രാജ്യത്തിന്റെ കറൻസി നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യും. ഇനി അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, കറൻസികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പോലെയുള്ള ട്രേഡേഴ്സും ഈ ഒരു മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ട്രേഡേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ ഫോറിൻ കറൻസി നമുക്ക് ആവശ്യമായി വരുന്നത് കൊണ്ടല്ല നമ്മൾ ഒരിക്കലും എന്താ പറയുക ഈ ഒരു ഫോറക്സ് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഫോറക്സ് മാർക്കറ്റിൽ കറൻസികളുടെ വില അനുദിനം അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഈ പ്രൈസ് മൂവ്മെന്റ്സ് ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രേഡേഴ്സ് ഈ ഒരു ഫോറക്സ് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും നമുക്ക് ഫോറിൻ കറൻസികൾ ആവശ്യമായിട്ടുള്ളത് കൊണ്ടല്ല. സോ എങ്ങനെയാണ് ഒരു കറൻസി മൂവ് ചെയ്യുന്നത് വെച്ചാൽ ഇത്തരത്തിൽ ഓരോ രാജ്യങ്ങൾക്ക് ഓരോ കറൻസികളുണ്ട്. അപ്പൊ ഈ ഒരു കറൻസിയുടെ പ്രൈസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇന്ത്യൻ രൂപേന്റെ വാല്യൂ പറയാം. ഇപ്പൊ ഇന്നത്തെ ഏകദേശം ഒരു 94 രൂപയാണെന്ന് വിചാരിക്കും. രാവിലെ നമ്മൾ നോക്കുന്ന സമയത്ത് 94 രൂപയുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് 95 രൂപയാവാം, അല്ലെങ്കിൽ 93 രൂപയാവാം. അപ്പൊ ഇത്തരത്തിൽ ഈ 1 രൂപേന്റെ വ്യത്യാസത്തിൽ പോലും ഒരു ട്രേഡറെ സംബന്ധിച്ച് നല്ല രീതിയിൽ പ്രോഫിറ്റ് ആക്കാൻ പറ്റും. അപ്പൊ ഇത് മനസ്സിലാവണം, ഈ എങ്ങോട്ടാണ് പ്രൈസ് കൂടുകയാണോ കുറയാണോ ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് 2 തരത്തിൽ ഇത് മനസ്സിലാക്കാൻ പറ്റും. അതിന് 2 ടൈപ്പ് ഓഫ് അനാലിസിസ് ആ പറയാം. ഒന്ന് ഫണ്ടമെന്റൽ അനാലിസിസ് അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ്. ഈ 2 ടൈപ്പിലാണ് ട്രേഡേഴ്സ് പ്രൈസ് മൂവ്മെന്റ്സ് മനസ്സിലാക്കാൻ വേണ്ടി പിന്നെ ഇതിന്റെ പ്രൈസിന്റെ അല്ലെങ്കിൽ ഡാറ്റ അനലൈസ് ചെയ്യുക. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്യൂർലി ചാർട്ട് നോക്കിയിട്ട് ചാർട്ട് പിന്നെ അനലൈസ് ചെയ്യുന്നതിനെയാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുക. ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സപ്ലൈ ഡിമാൻഡ് നോക്കിയിട്ടോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വെച്ചിട്ടോ ഇത്തരത്തിൽ ചാർട്ട് അനലൈസ് ചെയ്യുന്നതിനെയാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു വശമാണ് ഫണ്ടമെന്റൽ അനാലിസിസ്. ഫണ്ടമെന്റൽ അനാലിസിസിൽ പല കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടതുണ്ട്. അതായത് ഒരു രാജ്യത്ത് ഇപ്പൊ നമ്മൾ പിന്നെ USD ആണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ USD എന്ന് പറയുന്നത് അമേരിക്ക യൂസ് ചെയ്യുന്ന പിന്നെ USA യൂസ് ചെയ്യുന്ന ഒരു കറൻസിയാണ് കൂടുതലായിട്ട്. അപ്പൊ എന്താ വെച്ചാൽ ആ ഒരു രാജ്യത്ത് നടക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യണം. ഇൻട്രസ്റ്റ് റേറ്റ്സ്, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ, എക്കണോമിക് ഗ്രോത്ത്, പൊളിറ്റിക്കൽ ന്യൂസ്, അതുപോലെ നമ്മളിപ്പോ പിന്നെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള യുദ്ധങ്ങൾ ഒക്കെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ ഓരോ കറൻസിയുടെയും വില കൂടുകയാണോ കുറയാണോ എന്നൊക്കെ നോക്കാം. ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് കറൻസിയുടെ പിന്നെ റേറ്റിൽ വ്യത്യാസം വരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് റേറ്റിൽ വ്യത്യാസം വരുന്നത്. സോ എങ്ങനെയാണ് ഫോറക്സ് ട്രേഡിംഗ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കറൻസി പെയറുകൾ അറിയായിരിക്കും. അതായത് പലതരത്തിലുള്ള കറൻസി പെയർ നമുക്ക് പിന്നെ ഫോറക്സ് ട്രേഡിംഗിൽ കാണാൻ പറ്റും. ഒരു കറൻസി ആയിട്ടല്ല നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുക.
പെയർ ആയിട്ടാണ് ട്രേഡ് ചെയ്യാൻ പറ്റുക. അതായത് രണ്ട് കറൻസികൾ ഉണ്ടാവും, അതിന്റെ പെയർ ആയിട്ടാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുക. എക്സാമ്പിൾ പറഞ്ഞാൽ യൂറോ യു എസ് ഡി എന്ന് പറഞ്ഞൊരു കറൻസി പെയർ ഉണ്ട്, അതുപോലെ GBP USD എന്ന് പറഞ്ഞൊരു കറൻസി പെയർ ഉണ്ട്, USD JPY എന്ന് പറഞ്ഞൊരു കറൻസി പെയർ ഉണ്ട്. USD JPY എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഡോളറും ജാപ്പനീസ് യെന്നും, ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു പെയർ. അതുപോലെ XAUUSD, ഗോൾഡിന്റെ പെയറാണ് XAUUSD. ഇത്തരത്തിൽ പെയർ ആയിട്ടാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുക. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അതായത് യൂറോ USD എന്ന് പറയുന്ന ഒരു കറൻസി പെയർ, യൂറോ USD എന്ന് പറയുന്ന ഒരു കറൻസി പെയർ, അതിന്റെ പിന്നെ റേറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു 1.15 റേറ്റ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും അനലൈസ് ചെയ്ത സമയത്ത് ചാർട്ട് അനലൈസ് ചെയ്തു, പിന്നെ ഫണ്ടമെന്റലി പിന്നെ അനലൈസ് ചെയ്തു. അതായത് ഇൻട്രസ്റ്റ് റേറ്റ്സിനെ പറ്റി നോക്കി, എന്തെങ്കിലും വാറോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാനുണ്ടോ എന്നുള്ളത്, പിന്നെ ന്യൂസ് ഒക്കെ നമ്മൾ കൃത്യമായി റീഡ് ചെയ്ത് നോക്കി, സെൻട്രൽ ബാങ്ക്സിന്റെ ഡിസിഷനെ പറ്റി നോക്കി. ഇതെല്ലാം നോക്കുന്ന സമയത്ത് നമുക്ക് തോന്നി പിന്നെ USD-യെക്കാളും യൂറോ ഒന്ന് സ്ട്രെങ്ത് ആവാൻ ചാൻസ് ഉണ്ട്, പിന്നെ ഒന്ന് സ്ട്രോങ് ആവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ തോന്നുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ബൈ ചെയ്യും. ബൈ ചെയ്തിട്ട് നമ്മുടെ അനാലിസിസ് പ്രകാരം ഈ പ്രൈസ് കുറച്ചൊന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് 1.15 നമ്മൾ വാങ്ങി, അത് 1.155 ആകുന്ന സമയത്ത് നമ്മൾ വാങ്ങിയെടുത്ത് കുറച്ചും കൂടി പ്രൈസ് മുകളിലേക്ക് പോയി, നമുക്ക് പ്രോഫിറ്റ് ആയി. ഇതാണ് നടക്കുന്നത്. ഇനി അതിന്റെ ഓപ്പോസിറ്റും സംഭവിക്കാം. നമ്മൾ നോക്കിയ അനാലിസിസ് കറക്റ്റ് അല്ല എങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സംഭവിക്കാം, പ്രൈസ് താഴേക്ക് വരാനും സാധ്യതയുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ലോസ് സംഭവിക്കും. അപ്പോൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെയാണ് ഫോറക്സ് ട്രേഡിംഗ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ കുറഞ്ഞ വിലയിൽ വാങ്ങുന്നു, കൂടിയ വിലയിൽ സെല് ചെയ്യുന്നു, അല്ലെങ്കിൽ കൂടിയ വിലയിൽ സെല് ചെയ്തിട്ട് കുറഞ്ഞ വിലയിൽ വാങ്ങുന്നു. പക്ഷെ ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ചാർട്ട് നോക്കണം, അതിൽ മാർക്കറ്റ് സ്ട്രക്ചർ നോക്കണം. മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ ട്രെൻഡ് ബുള്ളിഷ് ആണോ ബെയറിഷ്. ബുള്ളിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രെങ്ത് ആവുകയാണോ ചെയ്യുന്നത്, ബെയറിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് ആവുകയാണോ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ചാർട്ട് നോക്കി മനസ്സിലാക്കണം. അതുപോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ചാർട്ട് നോക്കി നമുക്ക് മനസ്സിലാവും. ചില പ്രൈസ് സോണിൽ എത്തുന്ന സമയത്ത് ബയേഴ്സ് കൂടുതലുണ്ടാവും, അല്ലെങ്കിൽ ചില സോണിൽ എത്തുന്ന സമയത്ത് സെല്ലേഴ്സ് കൂടുതലുണ്ടാവും. അപ്പൊ ഏത് സോണിലാണ് പ്രൈസ് ഉള്ളത് നോക്കണം. അതുപോലെ എക്കണോമിക് ന്യൂസ് നോക്കണം. ന്യൂസ് മെയിൻ ആയിട്ട് USD റിലേറ്റഡ് ആയിട്ടാണ് കൂടുതൽ ന്യൂസസ് പിന്നെ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബാധിക്കുക. അപ്പൊ എല്ലാ ദിവസവും ഈവനിങ് ഒക്കെ ന്യൂസ് ഉണ്ടാവും. ഇപ്പൊ ഇന്ന് ന്യൂസ് ഉണ്ടായിരുന്നു, 7:30 ന്യൂസ് ഉണ്ടായിരുന്നു, ഡാറ്റ റിലീസ് ഉണ്ടായിരുന്നു, ഇപ്പൊ 6:30 ഉണ്ടായിരുന്നു. ഇത്തരത്തില് ന്യൂസസ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് വേണം പിന്നെ ഈ ഓരോ കറൻസി പെയറിന്റെയും റേറ്റ് കൂടാനാണോ സാധ്യത അല്ലെങ്കിൽ കുറയാനാണോ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് റിസ്ക് മാനേജ്മെന്റ്. ഇനി എന്ത് ചെയ്തിട്ടും റിസ്ക് മാനേജ്മെന്റ് ഇല്ലെങ്കിൽ അറ്റ് ലാസ്റ്റ് നമ്മൾ ലോസിലായിരിക്കും. അതുപോലെ ട്രേഡിംഗ് സൈക്കോളജി, നമ്മുടെ സൈക്കോളജിയും വളരെ ഇമ്പോർട്ടന്റ് ആണ് ട്രേഡിംഗിൽ. ഇത്രയും കാര്യങ്ങൾ നോക്കി അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ട്രേഡിൽ എൻ്റർ ആവാൻ. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് ആവുക. ഇനി സാധാരണ പറയുന്ന ഒരു കാര്യം, റിസ്ക് മാനേജ്മെന്റിനെ പറ്റി പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോറക്സ് ട്രേഡിങ്ങിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ കേൾക്കാറുള്ള കുറെ മിത്സ് ഉണ്ട്. മിത്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ തെറ്റിദ്ധാരണകൾ എന്ന് പറയും. അതിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യമാണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഗാംബ്ലിംഗ് ആണ്. ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ചൂതാട്ടം. അതായത് ലെക്ക് കൊണ്ടൊക്കെ സംഭവിക്കുന്ന പിന്നെ പ്രോഫിറ്റ് ആവുന്നതൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. റിയാലിറ്റി എന്ന് പറയുന്നത് ട്രേഡിങ്ങിൽ റിസ്ക് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ്സും പോലെ അല്ലെങ്കിൽ ഒരു ജോലി പോലെ കൃത്യമായി നമ്മൾ റിസ്ക് മാനേജ് ചെയ്ത് അല്ലെങ്കിൽ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് ഒരു കരിയർ പോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ട്രേഡിംഗ്. അതായത് ഫോറക്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. നമ്മൾ പറഞ്ഞല്ലോ, പിന്നെ പല ബാങ്കുകളും ഗവൺമെന്റ്സും അല്ലെങ്കിൽ പിന്നെ ബിസിനസ്സുകാരൊക്കെ ഇടപാട് നടത്തുന്ന ഒരു മാർക്കറ്റ് മാത്രമാണ് ഫോറക്സ്. സ്റ്റോക്ക് മാർക്കറ്റ് പോലെ അല്ലെങ്കിൽ ഗോൾഡിന്റെ മാർക്കറ്റ് പോലെ റിയൽ എസ്റ്റേറ്റ് പോലെയൊക്കെ അല്ലെങ്കിൽ ക്രിപ്റ്റോ പോലെയൊക്കെയുള്ള ഒരു മാർക്കറ്റ് മാത്രമാണ്. ആ മാർക്കറ്റിൽ ഇവരൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രൈസിന്റെ പിന്നെ ഇപ്പൊ ഒരു കറൻസിയെ സംബന്ധിച്ച് കറൻസിയുടെ വിലയിൽ വരാൻ സാധ്യതയുള്ള വ്യത്യാസം പല അനാലിസിസും നടത്തി കൃത്യമായി മനസ്സിലാക്കി അതിലൊരു കൃത്യമായ റിസ്ക് മാനേജ് ചെയ്ത് ട്രേഡ് എടുത്തിട്ടാണ് ആളുകൾ പ്രോഫിറ്റ് ആക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഗാംബ്ലിംഗ് അല്ല. ട്രേഡിംഗ് എന്ന് പറയുന്നത് വിത്തൗട്ട് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെന്റ് ഇല്ലാതെ ഡിസിപ്ലിൻ ഇല്ലാതെ പിന്നെ കൺസിസ്റ്റൻസി ഇല്ലാതൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ഗാംബ്ലിംഗ് ആയി മാറും. മാർക്കറ്റ് അല്ല ഒരിക്കലും പ്രശ്നം, ആ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന ആളുകളാണ് പലപ്പോഴും ഗാംബ്ലിംഗ് ആക്കി മാറ്റുന്നത് ട്രേഡിംഗ്. ഇനി പിന്നെ സാധാരണ എല്ലാവരും പിന്നെ ട്രേഡിംഗിലേക്ക് വരിക എന്ന് വെച്ചാൽ എല്ലാ ട്രേഡ്സും വിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ട്രേഡിംഗിൽ പറഞ്ഞത് പ്രൊഫഷണൽ ട്രേഡേഴ്സ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ പറഞ്ഞ ചെറിയൊരു വാക്കാണ്, വിന്നിങ് ഈസ് ഇൻ അബൌട്ട് മേക്കിംഗ് ദ മോസ്റ്റ് മണി, ഇറ്റ്സ് അബൌട്ട് പ്രൊട്ടക്ടിങ് യുവർ ക്യാപിറ്റൽ. കുറെ പണം ഉണ്ടാക്കുക എന്നുള്ളതല്ല,
പണം ഉണ്ടാക്കുന്നതിന്റെ കൂടെ തന്നെ, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന്റെ കൂടെ തന്നെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക. അല്ലെങ്കിൽ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസം കംപ്ലീറ്റ് നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും, നെക്സ്റ്റ് മന്ത് ആദ്യത്തെ ആഴ്ച തന്നെ കംപ്ലീറ്റ് പ്രോഫിറ്റ് നമ്മൾ വാഷ് ഔട്ട് ആകും, അല്ലെങ്കിൽ സീറോ ആകും. ഇവിടെ നമ്മൾ കൃത്യമായ റിസ്ക് മാനേജ്മെന്റ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് റിസ്ക് മാനേജ് ചെയ്ത് ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ട്രേഡ് എടുത്ത് മുന്നോട്ട് ആകാൻ പറ്റും. പ്രൊഫഷണൽ ട്രേഡേഴ്സ് പൊതുവെ ചെയ്യുന്നത് വെച്ചാൽ പിന്നെ ലൈവ് അക്കൗണ്ട് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ മാക്സിമം അവർ റിസ്ക് ചെയ്യുന്ന ക്യാപിറ്റൽ പറഞ്ഞാൽ 1% ആയിരിക്കും. ഇക്വിറ്റിന്റെ 1% മാത്രമാണ് അവർ ഒരു ട്രേഡിൽ റിസ്ക് ചെയ്യുക. അതുപോലെ തന്നെ പ്രൊഫഷണൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് കൃത്യമായ പ്ലാനിങ്ങിന്റെയും അല്ലെങ്കിൽ ഒരു പ്രോബബിലിറ്റി അടിസ്ഥാനപ്പെടുത്തി, നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ എല്ലാ ട്രേഡ്സും പ്രോഫിറ്റ് ആവണമെന്നില്ല. മാർക്കറ്റ് എപ്പോഴും അൺസർട്ടൈൻ ആണ്. എന്താണ് നെക്സ്റ്റ് മൊമെന്റിൽ സംഭവിക്കുക 100% നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു അൺസർട്ടനിറ്റി കണ്ടുകൊണ്ട് ഒരു പ്രോബബിലിറ്റി മൈൻഡ് സെറ്റ് തന്നെ നമ്മൾ ട്രേഡ്സിനെ അപ്രോച്ച് ചെയ്യണം. അതുപോലെ കൃത്യമായ റിസ്ക് മാനേജ് ചെയ്യണം, പേഷ്യൻസ് ഉണ്ടാവണം, ഡിസിപ്ലിൻ ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ് നമ്മളൊരു പ്രൊഫഷണൽ ട്രേഡർ ആവുക. പ്രൊഫഷണൽ ട്രേഡർ ആയാൽ മാത്രമേ നമുക്ക് ഫോറക്സ് ട്രേഡിംഗിൽ ലോങ് ടേമിൽ സക്സസ് ഉണ്ടാവും. ഇനി ഇതിന്റെ ഒരു റോഡ് മാപ്പ് എന്ന് പറയുന്നത്, നമുക്കൊരു ഇതിന്റെ ഒരു ലേണിംഗ് പിന്നെ ജേർണി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും തുടങ്ങേണ്ടത് ബേസിക്സിലാണ്. ഫോറക്സ് ട്രേഡിംഗിൽ പിന്നെ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഷുഡ് ഹാപ്പൻ ലേണിംഗ് ഷുഡ് ഹാപ്പൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ദർ ആർ നോ ഷോർട്ട് കട്ട്സ്. അതായത് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത് സ്റ്റെപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു, അല്ലെങ്കിൽ സ്റ്റെപ്പായി ബിൽഡ് ചെയ്യേണ്ട ഒരു കരിയറാണ്, ഒരു സ്കില്ലാണ് ട്രേഡിംഗ്. അതിന് ഒരു ഷോർട്ട് കട്ടും ഇല്ല. നമ്മൾ ഇതിന്റെ ബേസിക്സ് പഠിക്കുക, ചാർട്ട്സ് എന്താണെന്ന് പഠിക്കുക, ഡെമോ അക്കൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡെമോ അക്കൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുക, സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക, റിസ്ക് മാനേജ് ചെയ്യുക, സൈക്കോളജി സെറ്റ് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനുശേഷം മാത്രമേ നമ്മൾ ലൈവ് അക്കൗണ്ടിൽ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. പലപ്പോഴും സംഭവിക്കുന്നത്, ഇപ്പൊ ഞാൻ എന്റെ ചെറിയൊരു എക്സാമ്പിൾ പറയാം. പിന്നെ ഞാൻ ട്രേഡിംഗിലേക്ക് വന്ന സമയത്ത് എനിക്കും പറ്റിയൊരു മിസ്റ്റേക്ക് ആണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ ട്രേഡിങ്ങിനെ പറ്റി എഴുതുന്നെങ്കിലും സോഷ്യൽ മീഡിയാസിലൂടെയോ അല്ലെങ്കിൽ ഫ്രണ്ട് വഴിയോ അറിയും. നെക്സ്റ്റ് മൊമെന്റിൽ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏത് ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ അവർ ഏതെങ്കിലും ഒരു ആപ്പ് പറയും, ട്രേഡ് ചെയ്യുന്ന ഒരു ആപ്പ് പറയും, അല്ലെങ്കിൽ അവർ കേട്ടൊരു ആപ്പ് പറയും, നമ്മൾ ഡൗൺലോഡ് ചെയ്യും. അതിലേക്ക് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് പണം ഡെപ്പോസിറ്റ് ചെയ്യും, ക്യാഷ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് ട്രേഡ് എടുക്കാൻ തുടങ്ങും. ഒന്നും നമുക്കറിയില്ല ട്രേഡിങ്ങിനെ പറ്റി. ഒരു ജസ്റ്റ് ഇങ്ങനെ കേട്ട അറിവല്ലാതെ, കുറെ ആൾ പ്രോഫിറ്റ് ആക്കി സ്ക്രീൻഷോട്ട് കണ്ടതല്ലാതെ, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് കാണിക്കുന്ന പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്സ് കണ്ടതല്ലാതെ ട്രേഡിങ്ങിനെ പറ്റി ഒരു ഐഡിയ ഇല്ല നമുക്ക്. നമ്മൾ ആദ്യം തന്നെ ചെയ്യുക, ഇപ്പൊ ഇതിൽ കൊടുത്തതിൽ 8ാമത്തെ സ്റ്റെപ്പാണ്, അവസാനം ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന മിസ്റ്റേക്ക് വെച്ചാൽ നമ്മൾ കുറെ പണം നഷ്ടപ്പെടുത്തും, ലൈവ് അക്കൗണ്ടിൽ ട്രേഡ് ചെയ്ത് കുറെ പൈസ നഷ്ടപ്പെടുത്തും. പിന്നെ നമുക്ക് ഇതിന്റെ 1ാമത്തെ സ്റ്റെപ്പിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഓൾറെഡി നമ്മൾ കുറെ ലോസ് ചെയ്തു, പണം കുറെ നഷ്ടം വരുത്തി, ഇതൊക്കെ തിരിച്ചു പിടിക്കണ്ടേ. അപ്പൊ ആദ്യം മുതൽ ഇതെല്ലാം പഠിക്കണം എന്ന് പറയുമ്പോൾ നമുക്കൊരു നമ്മുടെ എന്താ പറയാ മൈൻഡ് സെറ്റ് അതിന് പിന്നെ വെയിറ്റ് ചെയ്യില്ല, നമുക്ക് അതിന് പറ്റൂല. അപ്പൊ നമ്മൾ വീണ്ടും ചിലപ്പോ പിന്നെ ക്യാപിറ്റൽ ഇട്ട് ചെയ്തുകൊണ്ട് ഒരു എന്താ പറയാ, ശരിക്കും പറഞ്ഞാല് പിന്നെ കറക്റ്റ് ഇതിന്റെ ഒരു റൂട്ടിലല്ല നമ്മൾ ട്രേഡിങ്ങിൽ പോകുന്നെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എപ്പോഴും ഹോപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമായിരിക്കും. ഹോപ്പും ലക്കും ആയിരിക്കും നമ്മുടെ സ്ട്രാറ്റജി. അത് പ്രതീക്ഷ, ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയാണ്, ഇത് എന്തായാലും പ്രോഫിറ്റ് ആകുന്നുള്ള ഒരു പ്രതീക്ഷ. ഇനി ലോസിലേക്ക് പോകുമ്പോൾ അത് റിക്കവറായി വരുന്നുള്ള ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ഭാഗ്യം. ചിലപ്പോൾ നമ്മളിങ്ങനെ ഭാഗ്യത്തിന് ഡിപ്പെൻഡ് ചെയ്യും. ഭാഗ്യത്തിന് ഡിപ്പെൻഡ് ചെയ്യാൻ ലോട്ടറി എടുത്താൽ മതി, ഒരിക്കലും ട്രേഡ് ചെയ്യണമെന്നില്ല. ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം. അതാണ് ഈ പറഞ്ഞ 8 സ്റ്റെപ്സ്. ബേസിക്സ് പഠിക്കുക, ചാർട്ട്സ് പഠിക്കുക, ഡെമോയിൽ പ്രാക്ടീസ് ചെയ്യുക, സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക, റിസ്ക് മാനേജ് ചെയ്യുക, സൈക്കോളജി സെറ്റ് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ അവിടുന്നാണ് നമ്മൾ ലൈവ് അക്കൗണ്ടിൽ ഫണ്ട് ഇട്ടിട്ട് ട്രേഡ് ചെയ്യേണ്ടത്. ലൈവ് അക്കൗണ്ടിൽ ഫണ്ട് ഇട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡെമോയിൽ എടുക്കുന്ന പോലെ ആയിരിക്കും. ചില ആളുകൾ ഡെമോയിൽ നല്ല പ്രോഫിറ്റ് ആകും, പക്ഷെ ലൈവ് അക്കൗണ്ടിൽ എടുക്കുന്ന സമയത്ത് ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഏത് സ്റ്റോപ്പ് ലോസ്, റിസ്ക് മാനേജ്മെന്റ് കറക്റ്റ് ആണെങ്കിൽ ലൈവ് അക്കൗണ്ടിൽ വരുമ്പോഴുള്ള ഈ ഒരു ലോസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം ഒരു 1% ഒക്കെ റിസ്ക് ചെയ്തുകൊണ്ട് കൃത്യമായ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് എടുക്കുന്നതിനെയാണ് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയാം. ഒക്കെ കറക്റ്റ് ആണ്. പക്ഷെ ലൈവ് അക്കൗണ്ടിൽ എടുക്കുന്ന സമയത്ത് ഇമോഷൻസ് വർക്ക് ആവുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി നോക്കുക. ഒരിക്കലും ഷോർട്ട് കട്ട്സ് നമ്മൾ പിന്നെ തേടി പോകരുത്, ഷോർട്ട് കട്ട്സ് തേടി പോകരുത്. അതുപോലെ സിഗ്നൽസ് ഫോളോ ചെയ്യാതിരിക്കുക. സിഗ്നൽസ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് അതും കൂടി ജസ്റ്റ് ഒന്ന് പറയാം. അതായത് സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ അറിയുമായിരിക്കും, ചിലപ്പോൾ ട്രേഡ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും പിന്നെ ഈ ഒരു സെഷനിൽ മീറ്റിംഗിൽ. സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും നമുക്ക് സിഗ്നൽ പറയും, അതായത് ഇന്നൊരു പ്രൈസിൽ എൻട്രി എടുക്കുക, ഇന്ന സ്ഥലത്ത് ടേക്ക് പ്രോഫിറ്റ് TP1 TP2, ടേക്ക് പ്രോഫിറ്റ് 1 ടേക്ക് പ്രോഫിറ്റ് 2, സ്റ്റോപ്പ് ലോസ് ഇന്ന സ്ഥലത്ത് വെക്കുക. ഇത്തരത്തിൽ നമുക്ക് ഒരു ഇൻഫർമേഷൻ ആരെങ്കിലും തരും, നമ്മൾ അത് വെച്ച് ട്രേഡ് എടുക്കും.
പ്രോഫിറ്റ് ആവുമായിരിക്കും ചിലപ്പോൾ, മിക്കവാറും പ്രോഫിറ്റ് ആവും തന്നെ പറയാം. പ്രോഫിറ്റ് ആയി വൺ ഡേ, അതായത് ഒരു ദിവസം ഈ നമുക്ക് സിഗ്നൽ തന്നുകൊണ്ടിരുന്ന ആള് സിഗ്നൽസ് തരുന്നത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അവർ ആ ഒരു സർവീസ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ പുതിയ പിന്നെ സർവീസ് മീൻസ് സിഗ്നൽസ് തരുന്ന ഒരാളെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടി വരും, അല്ലെങ്കിൽ ട്രേഡിംഗ് നമ്മൾ പഠിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സിഗ്നൽസിന് ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കാലാകാലം നമ്മൾ ഇതിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇൻഡിപെൻഡന്റ് ആവാൻ പറ്റില്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. പലപ്പോഴും പല സിഗ്നൽ പ്രൊവൈഡേഴ്സും പിന്നെ നമുക്ക് ഫേസ് ആയിട്ട് സിഗ്നൽസും ഒക്കെ തന്ന് നോസ് വരാനും സാധ്യത കൂടുതൽ. അതായത് ട്രേഡിംഗിൽ ഓൾറെഡി റിസ്ക് ഉണ്ട്, അതിനേക്കാൾ റിസ്ക് ആണ് സിഗ്നൽസ് തരുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും ഇത് പഠിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ അതിനുള്ള ഓപ്ഷൻസ് ധാരാളം നമ്മുടെ മുന്നിലുണ്ട്. സോ സിഗ്നൽസിന് ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായി ട്രേഡിംഗ് ചെയ്ത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പല ആളുകളും ഇന്ന് ട്രേഡിംഗിലേക്ക് വരുന്നത് സോഷ്യൽ മീഡിയസിൽ കാണുന്ന ഹൈപ്പ് കൊണ്ടൊക്കെയാണ്. അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം $10 വെച്ചിട്ട് $1000 വിത്തിൻ 1 ഡേ, അല്ലെങ്കിൽ $100 വെച്ചിട്ട് $10,000 അക്കൗണ്ട് ഫ്ലിപ്പിംഗ് എന്നൊക്കെ പറയാം. പല പിന്നെ എന്താ പറയുക ക്വിക്ക് ആയിട്ട് പണം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലാണ് ട്രേഡിങ്ങിനെ പല ആളുകളും പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ല റീസൺ എന്ന് പറയുന്നത്, ഇപ്പൊ യൂട്യൂബിൽ അങ്ങനെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ നോക്കൂ. അല്ലാതെ യൂട്യൂബിൽ പിന്നെ കമ്പനിയിൽ കാണുന്നത് ട്രേഡിങ്ങിലൂടെ നിങ്ങൾക്ക് 2 വർഷം കൊണ്ട് വരുമാനം ഉണ്ടാക്കാം, 2 വർഷം കൊണ്ട് ഇത്ര പെർസെന്റേജ്, ഒരു 5 to 10% വെച്ച് മന്ത്ലി പ്രോഫിറ്റ് ഉണ്ടാക്കാന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വീഡിയോ നോക്കില്ല, നമ്മൾ മൈൻഡ് ചെയ്യില്ല. പക്ഷെ നേരെ മറിച്ച് $10 വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് $1000 ആക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളത് വാച്ച് ചെയ്യും. അപ്പൊ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരെ ലക്ഷ്യം എന്ന് പറയുന്നത് അവർക്ക് വ്യൂവേഴ്സ് വേണം, കൂടുതൽ ഉണ്ടാവും. സോ ഇത്തരത്തിൽ പലതരത്തിൽ പിന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് പല ഇൻഫ്ലുവൻസേഴ്സും പല വീഡിയോസ് ചെയ്യുന്നത്, പ്രൊമോഷൻസ് ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ട്രേഡിങ്ങിനെ നമ്മൾ അങ്ങനെ കാണും. ഈ കാണുന്നതാണ് റിയാലിറ്റി നമ്മൾ ചിന്തിക്കും. പക്ഷെ ട്രേഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിയാലിറ്റി മനസ്സിലാവും. അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഉണ്ടാകുന്ന കൺഫ്യൂഷൻ. അതിനുള്ള ഒരു സൊല്യൂഷൻ ആണ് നിയോഫൈ അക്കാദമി. നിയോഫൈ അക്കാദമി എന്ന് പറയുന്നത് ഇത്തരത്തില് പിന്നെ സ്വാഭാവികമായും എന്തെങ്കിലും ട്രേഡിങ്ങിലേക്ക് എൻ്റർ ആയതിനു ശേഷം മീൻസ് ഈ പറയുന്ന പോലെ എവിടെ നിന്നൊക്കെയോ നമ്മൾ കണ്ടു, ട്രേഡിങ്ങിലേക്ക് വന്ന് കുറെ പണം നഷ്ടപ്പെടുത്തി, ഇനി എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും, എങ്ങനെ ലോസ് ആയത് റിക്കവർ ചെയ്യും, അത്തരത്തിൽ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ആളുകൾക്കുള്ള ഒരു സൊല്യൂഷനാണ് നിയോഫൈ അക്കാദമി. ഇനി അതല്ലെങ്കിൽ ചെയ്യുന്ന ജോലിന്റെ കൂടെയോ ബിസിനസിന്റെ കൂടെയോ ഒരു എക്സ്ട്രാ ഇൻകം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ഇൻകം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു സൊല്യൂഷനാണ് നിയോഫൈ അക്കാദമി. അപ്പോൾ സാധാരണ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നിലവിൽ ഇപ്പൊ ട്രേഡിംഗ് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ജോലിയോ ബിസിനസ്സോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ മാത്രമേ ട്രേഡിംഗ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഒരിക്കലും ട്രേഡിംഗ് പഠിക്കുന്ന സമയത്ത് പിന്നെ ചെയ്യുന്ന ജോലിയോ ബിസിനസ്സോ മാറ്റി വെച്ചുകൊണ്ട് പൂർണ്ണമായി നിർത്തിക്കൊണ്ട് ട്രേഡിംഗ് പഠിക്കാൻ വരരുത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ട്രേഡിംഗിൽ സ്റ്റാർട്ടിങ്ങിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ആദ്യം ഒരു 2-3 മാസമൊക്കെ നമ്മൾ ഡെമോയിലാണ് ചെയ്യുക, അപ്പൊ നമുക്ക് ഇൻകം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വേറെ ഒരു വരുമാനം ഇല്ലെങ്കിൽ, വേറൊരു സെക്കൻഡറി ഇൻകം സോഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ട്രേഡിംഗിലൂടെ തന്നെ പണം ഉണ്ടാക്കാൻ നോക്കും സ്റ്റാർട്ടിങ് മുതലേ. അപ്പൊ നമ്മൾ പല തെറ്റായ രീതിയിൽ പല ട്രേഡ്സ് എടുക്കും. മീൻസ് നമുക്ക് എന്തായാലും ഒരാൾ ജീവിച്ചു പോകണമെങ്കിൽ ഒരു മാസം നമുക്കൊരു പൈസ എന്തായാലും ആവശ്യമാണല്ലോ. അപ്പൊ നമ്മളത് പഠിക്കുന്നതിന് മുന്നേ ട്രേഡിംഗിന് ആ ഒരു പ്രോഫിറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ പണം എക്സ്പെക്ട് ചെയ്തത് മീൻസ് പിന്നെ ട്രേഡിംഗ് എന്ന് പറയുന്നത് സ്കില്ല് ഡെവലപ്പ് ചെയ്തതിനു ശേഷം മാത്രമാണ് നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുക. അല്ലാതെ ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. സോ ട്രേഡിങ്ങിന് എപ്പോഴും നമ്മൾ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, നമ്മൾ പല സ്കിൽസും പഠിച്ചെടുക്കുന്നില്ല, അതുപോലെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ലോങ് ടേമിലേക്ക് നോക്കുകയാണെങ്കിൽ, സ്റ്റെപ്പായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറ്റ് ദ എൻഡ് നിങ്ങൾ ഫ്യൂച്ചറിൽ നല്ല പ്രൊഫഷണൽ ആയി ട്രേഡ് എടുക്കാൻ പറ്റുന്ന, വലിയ രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡറായി മാറും ഈ ഒരു ജേർണി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ. സോ ആ ഒരു ജേർണിയിൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് നിയോഫൈ അക്കാദമി ഉണ്ട്. സോ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് ജുനൈദ് ബ്രോ. വളരെ സിമ്പിൾ ആയിട്ട്, വളരെ ഇതിന്റെ ഒരു ബേസിക് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഒരു നല്ല ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിന്റെ ഒരു അവയർനെസ്, പലപ്പോഴും നമ്മൾ കൺഫ്യൂഷൻ ആയി നിൽക്കുന്ന കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി അദ്ദേഹത്തിന് തരാൻ സാധിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ട് നമുക്ക് ഉപയോഗപ്രദമായി എന്ന് കരുതുകയാണ്. താങ്ക് യു വൺസ് അഗെയിൻ ജുനൈദ് ബ്രോ. ആൻഡ് അടുത്തായിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമ്മൾ ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് സൈഡും കൂടെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ
ഈ ഒരു നിയോഫൈ അക്കാദമിയായിട്ട് കണക്ട് ചെയ്യുമ്പം ഏറ്റവും ഇതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്, ഇതിന്റെ കോർ എന്ന് പറയുന്നത് ഫോറക്സ് എഡ്യൂക്കേഷൻ ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ ലോകത്തിന്റെ ഏത് രാജ്യത്ത് ഇരുന്നുകൊണ്ടും ലോകത്തിലെ ഏത് കോണിൽ ഇരുന്നുകൊണ്ടും ഇതിന്റെ ഒരു പാർട്ട് ആവാൻ സാധിക്കുകയും അതോടൊപ്പം തന്നെ ഒരു എക്സ്ട്രാ ഇതിനകത്ത് ഒരു ആക്റ്റീവ് ആൻഡ് പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഈ കമ്മ്യൂണിറ്റിക്ക് നൽകിക്കൊണ്ടാണ് നിയോഫൈ അക്കാദമി ഇതിന്റെ സിസ്റ്റം ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാധ്യതയും എല്ലാവരും അത് നിർബന്ധമായിട്ട് ചെയ്യണമെന്നോ ഇല്ല. പക്ഷെ മറിച്ച് അങ്ങനെ ഒരു ഓപ്ഷൻസും കൂടെ ഇതിനോടൊപ്പം വെക്കുവാണെങ്കിൽ എല്ലാവരും മൾട്ടി സോഴ്സ് ഓഫ് ഇൻകം എക്സ്പെക്ട് ചെയ്യുന്നവരാണ് ഇന്ന്, അല്ലെ? ലോകം മുഴുവനും എല്ലാവരും ഒരു എക്സ്ട്രാ ഇൻകം അല്ലെങ്കിൽ ഒരു മൾട്ടി സോഴ്സ് ഓഫ് ഇൻകം തേടി പോകുന്ന ആൾക്കാരാണ്. അതിനുള്ള ഓപ്ഷൻസ് ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും അതിനുള്ള ഒരു ഓപ്ഷൻസ് ഇത് ഈ നിയോഫൈ അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് കൈകാര്യം ചെയ്യുന്ന, ഇന്ന് ഗ്ലോബലി വളരെ നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡും അതേപോലെ തന്നെ മാർക്കറ്റിംഗ് സൈഡ് ഹാൻഡിൽ ചെയ്യുന്ന മിസ്റ്റർ ഷമീം പയ്യന്നൂരിനെ ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു അനീഷ് ബ്രോ. വൺസ് അഗെയിൻ ഗുഡ് ഈവനിങ് ടു ഓൾ. എന്തായാലും നല്ല രീതിയിലുള്ള ഒരു പ്രസന്റേഷനാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് അല്ലേ? എന്തായാലും ഇന്ന് ഒരുപാട് പുതിയ വ്യക്തികളെ ഇന്നത്തെ മീറ്റിങ്ങിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. വളരെയധികം സന്തോഷം. നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഓൾറെഡി ജോയിൻ ചെയ്ത ആളുകൾ, നിയോഫൈ അക്കാദമിയുടെ ഭാഗമായ ആളുകളും ഈ ഒരു മീറ്റിങ്ങിനകത്തുണ്ട്. എന്തായാലും ഫോറക്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വലിയൊരു മാർക്കറ്റിനെ പഠിക്കാനും ആ ഒരു മാർക്കറ്റിൽ വന്നിട്ട് നല്ല രീതിയിലൊരു ട്രേഡർ ആവാനും അതേപോലെ ഒരുപാട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നിങ്ങളിവിടെ വന്നിട്ടുള്ളത് അല്ലേ? എന്തായാലും തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് നിയോഫൈ അക്കാദമി 100% അതിനകത്ത് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാക്കി തരും. അപ്പോൾ എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത്, നിയോഫൈ അക്കാദമി എന്ന് പറയുന്നത് ഓൾറെഡി അനീജ് ബ്രോ അതേപോലെ ജുനൈദ് ബ്രോ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഫോറക്സ് മാർക്കറ്റ് പഠിപ്പിക്കുന്ന ഒരു അക്കാദമിയാണ്. അപ്പോൾ ആ ഒരു അക്കാദമിയിൽ തന്നെ നമുക്ക് നിയോഫൈ ഓപ്പർച്യൂണിറ്റീസും കൂടിയുണ്ട്. അതായത് നമ്മൾ ഈ ഒരു അക്കാദമി എഡ്യൂക്കേഷനും ഉണ്ട്, അതേപോലെ തന്നെ ഒരുപാട് അവസരങ്ങൾ, അതായത് എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിയോഫൈ അക്കാദമി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ഞാനൊന്ന് എൻ്റെ സ്ക്രീനൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ? യെസ്, ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, ഓൾറെഡി അനീജ് ബ്രോ പറഞ്ഞിട്ടുണ്ട്, നിയോഫൈ അക്കാദമിയുടെ ജേണി സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു വർഷം ജനുവരി 14 2026 ഏകദേശം ജനുവരി 14 ജൂലൈ 14 കൂടി 6 മാസം കംപ്ലീറ്റ് ആവാൻ വേണ്ടി പോവാണ്. നല്ലൊരു സക്സസ് ആയിട്ടുള്ള ഒരു ജേണി ഓൾറെഡി നിയോഫൈ അക്കാദമി കാഴ്ചവെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു മിഷൻ ആൻഡ് വിഷനോട് കൂടി തന്നെയാണ് നിയോഫൈ അക്കാദമി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ കേരളത്തിലാണ് നമ്മൾ ഇതിലൊരു സ്റ്റാർട്ടിങ് ചെയ്തിട്ടുള്ളത്. ഇനി ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഫോറക്സ് അക്കാദമി ആയിട്ട് മാറാനുള്ള ഒരു വലിയൊരു മിഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഒരു ട്രേഡിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോറക്സ് ട്രേഡ് ചെയ്യുന്ന ഒരു വലിയൊരു കമ്മ്യൂണിറ്റി തന്നെ വാർത്തെടുക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യം ഈ ഒരു നിയോഫൈ അക്കാദമിക്ക് ഉണ്ട്. അതിലൂടെ തന്നെ നിയോഫൈ സർവീസസുകൾ ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിലേക്കുള്ള ഒരു ആളുകളെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാന്നുള്ളതും ഈ ഒരു നിയോഫൈ അക്കാദമിക്കുള്ള ഉദ്ദേശമുണ്ട്. ഓക്കെ, അപ്പോൾ വലിയൊരു മിഷൻ ആൻഡ് വിഷനോട് കൂടി തന്നെ പിന്നെ ഒരുപാട് ആളുകൾക്ക് നിയോഫൈ അക്കാദമിയിൽ വന്നുകൊണ്ട് അവരുടെ വലിയ ഫിനാൻഷ്യൽ ഫ്രീഡം ഈ ഒരു നിയോഫൈ അക്കാദമിയിൽ നിന്ന് അവർക്ക് തീർച്ചയായിട്ടും നേടാനുള്ള അവസരങ്ങൾ നിയോഫൈ അക്കാദമി ഒരുക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട്, വൈ ചൂസസ്, എന്തുകൊണ്ട് നിങ്ങൾ നിയോഫൈ അക്കാദമി ചൂസ് ചെയ്യണം? നമുക്ക് ഇവിടെ 3 കാറ്റഗറി ഓഫ് പീപ്പിൾസിന് നിയോഫൈ അക്കാദമി ചൂസ് ചെയ്യാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. അതായത് 3 കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് നിയോഫൈ അക്കാദമി ചൂസ് ചെയ്യാം. ഒന്ന് പ്രധാനപ്പെട്ടത് ഇതിന്റെ ഒരു കംപ്ലീറ്റ് ഫോറക്സ് എഡ്യൂക്കേഷൻ ആണ് അല്ലെ? ഫോറക്സ് മാർക്കറ്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു 3 months മാസ്റ്റർ കോഴ്സിലൂടെ നിങ്ങൾക്ക് ഫോറക്സ് മാർക്കറ്റ് കൃത്യമായിട്ട് പഠിക്കാനും, ഓൾറെഡി ജുനൈദ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ? ഒരു ഫോറക്സിന്റെ റോഡ് മാപ്പ് ഉണ്ട്. ആ ഒരു റോഡ് മാപ്പിൽ കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിച്ച് കംപ്ലീറ്റ് ചെയ്യിക്കുന്ന ഒരു കാര്യം നിയോഫൈ അക്കാദമി നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പൊ ആ ഒരു ഫോറക്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾക്ക് തീർച്ചയായിട്ടും നിയോഫൈ അക്കാദമി ചൂസ് ചെയ്യാം. രണ്ടാമത്തത്, നിയോഫൈ അക്കാദമിയിൽ തന്നെ ഫോറക്സ് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്ത് കൊടുക്കുന്ന പരിപാടിയുണ്ട്. അതായത് ഇപ്പൊ ഫോറക്സ് പഠിക്കാൻ ആഗ്രഹിക്കാത്ത വ്യക്തിക്കും ഫോറക്സ് മാർക്കറ്റിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും നിയോഫൈ അക്കാദമിയിൽ ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിയോഫൈ അക്കാദമിയിൽ അവസരങ്ങളുണ്ട്. അതായത് ഫോറക്സ് അക്കൗണ്ട് ഹാൻഡ്ലിംഗ് എന്ന് പറയും.
ആ ഒരു സർവീസും നിയോഫ് അക്കാദമിയിലുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ ഈ 2 കാറ്റഗറി ഓഫ് പീപ്പിളെ കണക്ട് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നിയോഫ് അക്കാദമി ചൂസ് ചെയ്യാം. ഈ വരുന്ന ആദ്യം പറഞ്ഞ 2 കാറ്റഗറി ഓഫ് പീപ്പിൾസിനെ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആക്റ്റീവ് ആയിട്ടും പാസീവ് ആയിട്ടുള്ള വരുമാനം നിയോഫ് അക്കാദമിയിൽ നിന്ന് നേടാനുള്ള അവസരം ഇവിടെയുണ്ട്. അങ്ങനെ ഈ ഒരു 3 കാറ്റഗറി ഓഫ് പീപ്പിൾസിന് എന്ത് ചെയ്യുക, നിയോഫ് അക്കാദമി ചൂസ് ചെയ്യാം. ഇനി നിയോഫ് അക്കാദമിയുടെ ഭാഗമാവണമെങ്കിൽ നിയോഫ് അക്കാദമി പറഞ്ഞിട്ടുള്ള SWP പാക്കേജ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് വെൽത്ത് പാക്കേജസ് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. 2 കാറ്റഗറിയാണ്, സ്റ്റാർട്ടർ പാക്കേജും പ്രീമിയം പാക്കേജും. ഇതിൽ ഏതെങ്കിലും ഒരു പാക്കേജിന്റെ ഭാഗമായിക്കൊണ്ട് നിങ്ങൾക്ക് നിയോഫ് അക്കാദമിയുടെ എല്ലാ സർവീസസും നേടാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ എല്ലാവരും എടുക്കുന്നത് സ്റ്റാർട്ടർ പാക്കേജ്, അതിനകത്ത് $100 പാക്കേജാണ് എല്ലാവരും എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് ബെനിഫിറ്റ് ഉള്ളത് നമുക്ക് നോക്കാം. നമ്മൾ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4 രീതിയിലുള്ള ബെനിഫിറ്റ് ആണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ ബെനിഫിറ്റ് ലൈവ് ട്രെയിനിങ് ഫോറക്സ് ആണ്. അതായത് ഫോറക്സ് മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് A to Z കാര്യങ്ങൾ പഠിപ്പിക്കുകയും നേരത്തെ പറഞ്ഞ റോഡ് മാപ്പിലൂടെ തന്നെ A to Z കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലൈവ് വെബിനാർ സെക്ഷൻ ആയിട്ട് നിങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് ഒന്നാമത്തത്. അതായത് കംപ്ലീറ്റ് ഫോറക്സ് എഡ്യൂക്കേഷൻ ആണ് നമ്മൾ ഒന്നാമത്തെ സ്ട്രാറ്റജിക് വെൽത്ത് പാക്കേജിന്റെ ബെനിഫിറ്റ്. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഫോറക്സ് അക്കൗണ്ട് ഹാൻഡ്ലിംഗ് ഉണ്ട് ഇവിടെ. ആ അക്കൗണ്ട് ഹാൻഡ്ലിംഗ് 2 രീതിയിലാണ്. ഒന്ന് ക്വാണ്ടം കോപ്പി ട്രേഡിങ്ങും മാസ്റ്റർ കോപ്പി ട്രേഡിങ്ങും. 2 കോപ്പി ട്രേഡിംഗ് സർവീസിലൂടെയാണ് നമ്മൾ ഫോറക്സ് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്ത് കൊടുക്കുന്നത്. ആ 2 സർവീസും നിങ്ങൾക്ക് ലഭ്യമാണ്. ഇനി അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത് നിയോഫ് ക്യാഷ് ബാക്ക് ആണ്. നമ്മൾ ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞു ജനുവരി 14 മുതലാണ്. ഈ ജൂലൈ 14 കൂടിയിട്ട് 6 മാസം കംപ്ലീറ്റ് ആവുകയാണ്. 6 മാസത്തെ ഒരു പ്രൊമോഷണൽ ഓഫറാണ്. ആരൊക്കെ ഈ ഒരു നിയോഫ് അക്കാദമിയിൽ സ്റ്റാർട്ടിങ്ങിൽ ഈ പാക്കേജ് എടുത്ത വ്യക്തിക്ക് 100% ആ പാക്കേജിന്റെ ഫണ്ട് ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്കും. ഒറ്റയടിക്ക് കൊടുക്കുന്നതല്ല, അതിനൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ മാസവും ഒരു ഇത്ര ശതമാനം അത് മാറ്റി വെച്ചിട്ട് കൊടുക്കുകയാണ്. അത് 100% കംപ്ലീറ്റ് ആവും. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 6 മാസത്തേക്കാണ് ഓഫർ കൊടുത്തെങ്കിലും നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഈ മാസം 31 വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും ഇന്ന് നമ്മൾ 1 തീയതിയാണല്ലേ, ഇനി നമുക്ക് 30 ദിവസം നമുക്ക് ടൈം ഉണ്ട്. തീർച്ചയായിട്ടും നമുക്കും ഒരു ഫ്രീ ആയിട്ട് തന്നെ നിയോഫ് അക്കാദമിയിൽ ഓൾറെഡി ജോയിൻ ചെയ്ത ആളുകൾക്കും ഫ്രീ ആണ്, ഇനി വരുന്ന ആളുകൾക്കും ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ നിയോഫ് അക്കാദമിന്റെ പാർട്ട് ആവാൻ പറ്റുന്നതാണ്. ഇനി നിയോഫ് അക്കാദമിക്ക് 4 റെഗുലേറ്റഡ് ഗ്ലോബൽ പാർട്ട്നേഴ്സ് ആണ്. അതായത് 4 ഇന്റർനാഷണൽ ഫോറക്സ് ബ്രോക്കേഴ്സ് ആണ് നിയോഫ് അക്കാദമിക്ക് ഉള്ളത്. ഒന്ന് ഫ്യൂഷൻ മാർക്കറ്റ്സ്, രണ്ടാമത്തെ എക്സ്നസ്, മൂന്നാമത്തെ സെഞ്ചുറി ഫിനാൻഷ്യൽസ്, നാലാമത്തെ എക്സം. ഇതിന്റെ ഒക്കെ നിങ്ങൾ ഗൂഗിൾ അടിച്ചാൽ തന്നെ ഈ പറഞ്ഞ ഇപ്പൊ ഫ്യൂഷൻ മാർക്കറ്റ്സ് പറയുകയാണെങ്കിൽ 2017 സ്റ്റാർട്ട് ചെയ്തതാണ്. 2008 സ്റ്റാർട്ട് ചെയ്ത എക്സ്നസ് ആണ്. 1989 35 വർഷത്തെ എക്സ്പീരിയൻസ് സെഞ്ചുറി ഫിനാൻഷ്യൽസ് ഉണ്ട്. എക്സം എന്ന് പറഞ്ഞാൽ 2009 മുതലുണ്ട്. അപ്പോൾ ഒരു മിനിമം ഒരു 9 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ഫോറക്സ് ബ്രോക്കേഴ്സിനാണ് നിയോഫ് അക്കാദമിയുടെ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഗ്ലോബൽ പാർട്ട്നേഴ്സ്. അപ്പൊ ഈ ബ്രോക്കേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് 2 ഈ പറഞ്ഞതുപോലെ ഫോറക്സ് അക്കൗണ്ട് ഹാൻഡ്ലിംഗ് ഉണ്ട്. അപ്പൊ ആ സർവീസസിന് വേണ്ടിയിട്ടും പ്ലസ് നമുക്കറിയാം ഇതിനകത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ബ്രോക്കർ ചൂസ് ചെയ്തിട്ട് ആ ബ്രോക്കറിന്റെ അണ്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ട്രേഡ് ചെയ്യേണ്ടത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ 4 ഇന്റർനാഷണൽ ബ്രോക്കേഴ്സിന് യൂസ് ചെയ്യുന്നത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫോറക്സ് അക്കൗണ്ട് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞ സർവീസ് ഉണ്ടല്ലേ, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫോറക്സ് ഹാൻഡ്ലിംഗിന്റെ ഒന്നാമത്തെ സർവീസാണ് ക്വാണ്ടം കോപ്പി ട്രേഡിംഗ്. അത് നിങ്ങൾക്ക് നിയോഫ് അക്കാദമിയുടെ അണ്ടറിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്യൂഷൻ മാർക്കറ്റ്സ് ആണ്. നമ്മൾ പ്രോബബിലി ആളുകളോട് പറയുന്നത് ഇന്ന് ഏറ്റവും ചെറിയ രീതിയിലുള്ള ട്രേഡിങ്ങിന്റെ ചാർജ്, അതായത് നമ്മൾ ബൈ സെല്ലിലൊക്കെ അതിനകത്ത് സർവീസ് ചാർജ് ഉണ്ടാവും അല്ലെ, അത് ഏറ്റവും ലോ ആയിട്ട് മേടിക്കുന്നത് ഫ്യൂഷൻ മാർക്കറ്റ്സ് ആണ്. അതുമാത്രമല്ല ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോപ്പി ട്രേഡിംഗ് ഫെസിലിറ്റി കൊണ്ടുവന്നിട്ടുള്ളത് ഫ്യൂഷൻ മാർക്കറ്റ്സ് ആണ്, സി ട്രേഡർ വഴി. അപ്പൊ ആ ഒരു സി ട്രേഡർ ഉണ്ടായത് കൊണ്ടും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ ട്രേഡിംഗ് ഫീസ് കുറവായത് കൊണ്ടും നമ്മൾ ചൂസ് ചെയ്തത് ഫ്യൂഷൻ മാർക്കറ്റ്സ് ആണ്. അവിടെ നിങ്ങൾക്കൊരു ഫോറക്സ് അക്കൗണ്ട് എടുക്കുകയും ആ ഫോറക്സ് അക്കൗണ്ട് നിങ്ങൾക്ക് തന്നെ ഫണ്ട് കീപ്പ് ചെയ്യും. ആ ഫണ്ടിനെ കൃത്യമായിട്ട് നിയോഫ് അക്കാദമി ട്രേഡ് ചെയ്യും. അപ്പൊ അതിന്റെ ഒരു പ്രോഫിറ്റ് എത്രയാണ് നിങ്ങൾക്ക് ഒരു മാസം വരുന്നത്, അതിന്റെ 70-30 റേഷ്യോ, അതായത് 70% കസ്റ്റമർക്കും 30% നിയോഫ് അക്കാദമിക്കും. അത് എത്രയാണോ പ്രോഫിറ്റ് ഉണ്ടാവുന്നത് അതിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാർക്കറ്റ് ആണ്, എത്ര പെർസെന്റേജ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും അവിടെ നമുക്ക് മിനിമം $250 ആണ് നമ്മൾ ഈ പറഞ്ഞ ട്രേഡിംഗ് ക്യാപിറ്റൽ വെക്കേണ്ടത്. മാക്സിമം നിങ്ങൾക്ക് $10,000 വരെ വെക്കാം.
ഓക്കെ, ഇതാണ് നമ്മുടെ ഫോറക്സ് അക്കൗണ്ട് ഹാൻഡ്ലിങ്ങിന് ഒന്നാമത്തെ സർവീസ്. ഈ രണ്ടാമത്തെ സർവീസ് എന്ന് പറയുന്നത് മാസ്റ്റർ കോപ്പി ട്രേഡിംഗ് ആണ്. അതായത് നിലവിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ ഒരു ഗ്യാരണ്ടീഡ് റിട്ടേൺസ് വേണമെന്ന് പറയും അല്ലെ. നമ്മൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് പറയും എനിക്ക് എന്തായാലും ഒരു മാസം ഇത്ര ശതമാനം കിട്ടണം. അതൊരു ഗ്യാരണ്ടീഡ് റിട്ടേൺസ് കൊടുക്കുന്ന ഒരു മേഖലയായിട്ടാണ് മാസ്റ്റർ കോപ്പി ട്രേഡിംഗ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ മാസ്റ്റർ കോപ്പി ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ബാക്കിയുള്ള 3 ബ്രോക്കേഴ്സ് ഉണ്ട്. അത് എക്സ്എമ്മിൽ ആണെങ്കിൽ കമ്പനി ചെയ്യുന്നത് ഗോൾഡ് ട്രേഡിംഗ് ആണ്, എക്സ്എമ്മിൽ ചെയ്യാണ്. എക്സ്എൻഎസിലും ഈ കറൻസീസിലെ ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ കമ്പനിയുടെ മാസ്റ്റർ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫണ്ട് കീപ്പ് ചെയ്തുകൊണ്ട് മാസം ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് കമ്പനിയാണ് ഇവിടെ കൊടുക്കുന്നത്. അതിന് ഈ പറഞ്ഞതുപോലെ തന്നെ പ്രോഫിറ്റ് ഷെയർ കൊടുക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് മാസത്തിൽ ട്വൈസ് ആണ്. അതായത് 1-ാം തീയതിയും 16-ാം തീയതിയും ആണ് എന്ത് കൊടുക്കുന്നത്, ഈ പറഞ്ഞ പോലെ ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് ഷെയർ കൊടുക്കുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം, ഇപ്പൊ $100 പാക്കേജാണ് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്തിട്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മിനിമം $50 മുതൽ $1000 വരെയാണ് എന്ത് ചെയ്യാൻ പറ്റുക, ട്രേഡിംഗ് ക്യാപിറ്റൽ ആഡ് ചെയ്യാൻ പറ്റുക. അങ്ങനെ ആഡ് ചെയ്ത ക്യാപിറ്റലിന് കൃത്യമായിട്ട് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 1-ാം തീയതി 16-ാം തീയതി എന്ത് കൊടുക്കും, പ്രോഫിറ്റ് ഷെയർ കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് ലിമിറ്റ് ഉണ്ട്. എപ്പോഴാണോ നിങ്ങൾക്ക് ടോട്ടൽ 200% ആവുന്നത് അതുവരെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. കാരണം ഇവിടെ അപ്പൊ ഈ 2 രീതിയിലുള്ള ഫോറക്സ് അക്കൗണ്ട് ഹാൻഡ്ലിംഗ് ആണ് എന്ത് ചെയ്യുന്നത് നിയോഫ അക്കാദമിയിലുള്ളത്. ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, നിയോഫ അക്കാദമിയിൽ വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു നമുക്ക് 5 രീതിയിലുള്ള വരുമാന സാധ്യതയാണ് നിയോഫ അക്കാദമി ഒരുക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ വരുമാനം എന്ന് പറയുന്നത് റഫറൽ ഇൻകം ആണ്. രണ്ടാമത്തത് ലെയർഡ് ഇൻകം, മൂന്നാമത്തെ റാങ്ക് റിവാർഡ്സ്, നാലാമത്തെ മൾട്ടി ലെവൽ റിവാർഡ്സ്, അഞ്ചാമത്തെ റോയൽറ്റി റിവാർഡ്സ്. ഈ 5 ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ നമ്മുടെ പാക്കേജുമായി ബന്ധപ്പെട്ടിട്ടാണ് ആദ്യത്തെ 3 വരുമാനം വരുന്നത്. രണ്ടാമത്തെ വരുമാനം വരുന്നത് നമ്മളെ ഫോറക്സ് അക്കൗണ്ട് ഹാൻഡ്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് അതിനകത്ത് ഗ്യാരണ്ടി റിട്ടേൺസ് കൊടുക്കുന്ന ഒരു മേഖലയാണ്. മാസ്റ്റർ കോപ്പി ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടാണ് ബാക്കി 2 വരുമാനം വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ 3 വരുമാനം ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത്, നമുക്ക് ഈ പറഞ്ഞതുപോലെ നിയോഫ അക്കാദമി ഭാഗമായി കഴിഞ്ഞാൽ നമുക്കൊരു നിയോഫ കമ്മ്യൂണിറ്റി നമ്മളതായി ബിൽഡ് ചെയ്യാം. എങ്ങനെയുള്ള കമ്മ്യൂണിറ്റി? ഒരു എഡ്യൂക്കേഷൻ കമ്മ്യൂണിറ്റി ആയിട്ട് വേണമെങ്കിൽ ബിൽഡ് ചെയ്യാം. നമുക്ക് പാക്കേജ് എടുക്കുന്ന എഡ്യൂക്കേഷൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് നിയോഫ അക്കാദമിയിൽ കണക്ട് ചെയ്ത് കൊടുത്താൽ അവരുടെ ജോയിനിങ് പാക്കേജിന്റെ അല്ലെങ്കിൽ ജോയിനിങ് ഫീസ് എന്ന് വേണമെങ്കിൽ പറയാം, അതിന്റെ 25% നിങ്ങൾക്ക് റഫറൽ ഇൻകമായിട്ട് സ്പോട്ടിൽ കിട്ടുകയാണ്. എത്ര പേരെ നിങ്ങൾക്ക് ഡയറക്റ്റ് റെഫർ ചെയ്യാം, അൺലിമിറ്റഡ് ആയിട്ട് എത്ര പേരെ ഡയറക്റ്റ് റെഫർ ചെയ്യാം, നിങ്ങൾക്ക് കിട്ടുന്നത് 25% ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ വരുമാനം ലെയർഡ് ഇൻകം എന്ന് പറയും. അതായത് നമുക്കിവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ സിസ്റ്റം ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും. അതിന്റെ സ്പോൺസർഷിപ്പിൽ ആളുകൾ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് എത്ര പേരെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇനി ആ കൊണ്ടുവന്ന വ്യക്തികളും ആളുകൾ കൊണ്ടുവന്നാൽ എന്തെങ്കിലും നമുക്ക് ഇൻകം ഉണ്ടോ? ഉണ്ട്. അതിന്റെ താഴെ 9 ലെവൽ വരെ നിങ്ങൾക്ക് എന്തുണ്ട്, ലെയർഡ് ഇൻകം എന്ന് പറഞ്ഞ ഇൻകം ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരാളെ കൊണ്ടുവന്നു, അതിനുശേഷം അദ്ദേഹം വേറൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് സെക്കൻഡ് ലെയർഡ് ഇൻകം ആയിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ലെവലായിട്ട് 6%, തേർഡ് ലെവലായിട്ട് 4%, അങ്ങനെ തുടങ്ങിയിട്ട് 10 ലെവൽ വരെ നിങ്ങൾക്ക് ഇൻകം ഉണ്ട്. അപ്പോൾ വലിയൊരു ആക്റ്റീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരമാണ് നമുക്ക് ലെയർഡ് ഇൻകത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇവിടെ ബൈനറി അല്ല, സൺഫ്ലവർ ആയതുകൊണ്ട് നമുക്ക് എവിടെ ഒരു ആക്ടിവിറ്റി നടന്നാലും നമുക്ക് എന്തുണ്ട്, വരുമാനമുണ്ട്. ഇവിടെ മാച്ചിങ്ങിന്റെ ആവശ്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മള് താഴെ നമ്മൾ ബിൽഡ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി. ഇപ്പൊ 100-ന്റെ പാക്കേജ് എടുത്ത ആളുകൾ ഉണ്ടാവും, 200-ന്റെ പാക്കേജ് എടുക്കുന്ന ആളുകൾ. ഇതൊക്കെ അക്യുമുലേറ്റ് ചെയ്തിട്ട് ടോട്ടൽ നിങ്ങൾക്ക് 4000 SWP പാക്കേജ്, അതായത് ഈ പാക്കേജ് നിങ്ങളുടെ ടീമിൽ നിന്നും വിറ്റഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്രയും കമ്മ്യൂണിറ്റി, അതായത് 4000 SWP ഒരു 40 പേരെന്ന് ഉദ്ദേശിച്ചോ, ഒരു 40 പേര് കണക്ട് ആയാൽ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ $100 റിവാർഡായിട്ട് കിട്ടും. അതിനകത്ത് കണ്ടീഷൻ മിനിമം 2 റെഫറൻസ് വേണമെന്നാണ് ഉള്ളത്. ഓക്കെ, ഒന്നാമത്തെ റാങ്ക് കണക്ടർ റാങ്ക്, രണ്ടാമത്തെ റാങ്ക് ലീഡർ റാങ്ക് ആണ്. അവിടെ നിങ്ങൾക്ക് 12000 SWP പാക്കേജ് സെല് ഔട്ട് ചെയ്യണം. അവിടെ റിവാർഡ് 500. മൂന്നാമത്തെ റാങ്ക് മെന്റർ റാങ്ക് $1000 റിവാർഡ്. നാലാമത്തെ ഇൻഫ്ലുവൻസർ റാങ്ക് 2500. അഞ്ചാമത്തെ റാങ്ക് അതോറിറ്റി, അവിടെ 5000. ഓക്കെ, ഇത് 1 ടൈം റിവാർഡുകളാണ്. പിന്നെ ഈ റാങ്കുകൾക്ക് ഒരുപാട് പ്രത്യേകതകളും ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പാക്കേജുമായി ബന്ധപ്പെട്ടിട്ട് വരുമാനത്തിൽ ഈ 5 റാങ്കുകളിൽ നിന്ന് നമുക്ക് 1 ടൈം റിവാർഡ് കിട്ടുകയും, ഇനി നമ്മൾ വരുന്ന കമ്മ്യൂണിറ്റിയിൽ തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് ഇൻവെസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ഈ പറഞ്ഞ ഫോറക്സ് അക്കൗണ്ട് ഹാൻഡ്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി താഴെ ഡെവലപ്പ് ആവുമ്പോൾ അവിടെ നമുക്ക് നാലാമത്തെ വരുമാനം, നേരത്തെ ഞാൻ പറഞ്ഞ മാസ്റ്റർ കോപ്പി ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇവിടെ നമുക്ക് 20 ലെവൽ ലെയർഡ് ഇൻകം ഉണ്ട്. നമ്മുടെ നിയോഫ അക്കാദമിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ്
പാസീവ് ഇൻകം എന്ന് വേണം പറയാം. കാരണം ഇത് കിട്ടണമെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ ആളുകളെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട. വൺസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മാസവും അവർക്കൊരു പ്രോഫിറ്റ് ഷെയർ കൊടുക്കുമ്പോൾ നമുക്കും എന്ത് കിട്ടും? ഈ പറഞ്ഞ ഇൻകം കിട്ടും. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. നമ്മളെ താഴെ തൊട്ട് നമ്മളെ ഡയറക്റ്റ് സ്പോൺസറിൽ ഒരാൾ $1000 ഇൻവെസ്റ്റ് ചെയ്തു. $1000 ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എല്ലാ മാസവും ഒരു ആവറേജ്, നേരത്തെ ഞാൻ പറഞ്ഞു, നേരത്തെ പറയാൻ വിട്ടൊരു പോയിന്റ് ഉണ്ട്. മാസ്റ്റർ കോപ്പി ട്രേഡിങ്ങിനകത്ത് ഗ്യാരണ്ടി റിട്ടേൺസ് എന്ന് പറയുന്നത് 6 to 12% ആണ്. മിനിമം 6%, മാക്സിമം 12%. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 10% കൂട്ടുകയാണെങ്കിൽ, കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരാൾ $1000 ഇടുന്നെങ്കിൽ അവർക്ക് എല്ലാ മാസവും ഒരു $100 വരുമാനമായിട്ട് കിട്ടുന്നെങ്കിൽ ആ $100 11%, $11 അവർക്ക് ഈ പറഞ്ഞ പോലെ മാസം മൾട്ടി ലെവൽ റിവാർഡ്സ് ആയിട്ട് ആ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടും. ഫസ്റ്റ് ലെവൽ എത്ര പേര് നമുക്ക് ഡയറക്റ്റ് റെഫർ ചെയ്യാം, അവിടെ നിന്നൊക്കെ നമുക്ക് 11% കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്ന വ്യക്തി അടുത്തൊരു വ്യക്തിയെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ലെവലാണ് അവിടെ നമുക്ക് 6% ഉണ്ട്. ഇവരുടെ പ്രോഫിറ്റിന്റെ ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇനി തേർഡ് ലെവലിൽ നമുക്ക് 3% ഉണ്ട്. ഈ ആദ്യത്തെ 3 റാങ്കിൽ തന്നെ നമുക്ക് 20% ഉണ്ട് അല്ലെ. ഈ 20% കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു റാങ്കും അച്ചീവ് ചെയ്യേണ്ട. ഒരു റാങ്കും അച്ചീവ് ചെയ്യാതെ തന്നെ ഈ ആദ്യത്തെ 3 ലെവൽ നമുക്ക് ഇൻകം കിട്ടും. ഓക്കെ. ഇനി അടുത്ത 4ാമത്തെ ലെവൽ കിട്ടണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു കണക്ടർ റാങ്ക്, 1ാമത്തെ റാങ്ക് അച്ചീവ് ചെയ്ത വ്യക്തിക്ക് അടുത്ത 5 ലെവൽ ഓപ്പൺ ആവും. 4ാമത്തെ ലെവൽ 5, 6, 7, 8 ലെവൽ വരെ ഓപ്പൺ ആവും. അവിടെ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഡൗൺലൈൻ കമ്മ്യൂണിറ്റിയിൽ നിന്നും മൾട്ടി ലെവൽ റിവാർഡ്സ് നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് 2ാമത്തെ റാങ്ക് അച്ചീവ് ചെയ്ത അടുത്ത 6 ലെവൽ ഓപ്പൺ ആവും. 3 റാങ്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ 20 ലെവലിൽ നിന്ന് നമുക്ക് 52% മൾട്ടി ലെവൽ റിവാർഡ്സ് ആണ് നമ്മൾ എൻ്റയർ കമ്മ്യൂണിറ്റി നമുക്ക് കിട്ടുക. 20 ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഡെപ്തിലേക്ക് പോയി. ആവറേജ് നമുക്കൊരു 4-5 ലെവലിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കമ്മ്യൂണിറ്റി ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ. അപ്പം ഒരു ബ്യൂട്ടിഫുൾ ഇൻകം ആണ് നിയോഫെ അക്കാദമി ഈ ഒരു മൾട്ടി ലെവൽ റിവാർഡ്സിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി 5ാമത്തെ വരുമാനം എന്ന് പറയുന്നത് റോയൽറ്റി റിവാർഡ്സ് ആണ്. അതായത് നിയോഫെ അക്കാദമിയിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ 3 റാങ്കുകൾ അച്ചീവ് ചെയ്ത വ്യക്തി ഇനി അടുത്ത 4ാമത്തെ 5ാമത്തെ റാങ്ക് എത്തുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ നിയോഫെ അക്കാദമിയുടെ ഒരു കമ്പനിയുടെ ഒരു പാർട്ടായി മാറിയവർ അല്ലെ. അത്രയും വലിയ കമ്മ്യൂണിറ്റി കൊണ്ടുവന്ന വ്യക്തികൾ, അവർക്ക് എല്ലാ മാസവും റോയൽറ്റി കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിയോഫെ അക്കാദമിയുടെ പ്രോഫിറ്റ് ഷെയർ, അതായത് എല്ലാ മാസവും ട്രേഡിംഗ് പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ അതിലൊരു 3% മാറ്റി വെച്ചിട്ട് ഈ പറഞ്ഞ ഇൻഫ്ലുവൻസർ റാങ്കിൽ എത്തിയ ആളുകൾക്ക് 1%, എത്ര ആളോ ഇൻഫ്ലുവൻസർ റാങ്കിലുള്ള അവർക്ക് തുല്യമായിട്ട് കൊടുക്കും. ഇനി അതോറിറ്റി ലെവലുള്ളവർക്ക് 2% വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇങ്ങനെ 2 റാങ്കുകൾക്കും ഉള്ള വ്യക്തികൾക്ക് ഒരു മന്ത്ലി റോയൽറ്റി എന്ന് പറഞ്ഞ രീതിയിൽ അവർക്ക് ലൈഫ് ലോങ് നമുക്ക് കൊടുക്കുന്നതാണ്. ഓക്കെ. ഇത്രയാണ് 5 വരുമാനം ഉള്ളത്. ഈ പറഞ്ഞതുപോലെ ബാക്കി ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ മിനിമം ഒരു $10 ഉണ്ടെങ്കിൽ വിഡ്രോ ചെയ്യാൻ പറ്റും. പിന്നെ പ്രോഫിറ്റ് കൊടുക്കുന്നത്, ട്രേഡിംഗ് പ്രോഫിറ്റ് കൊടുക്കുന്നത് 1ാം തീയതി 16ാം തീയതി ആണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമുക്ക് മിനിമം വിഡ്രോവൽ ടൈം എന്ന് പറയുന്നത് 24 to 48 hours ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ Web3 വന്നോട് കൂടിയിട്ട് അതിൻ്റെ ടൈം മാറും. നമുക്ക് മിനിമം ഒരു 6 hours to 12 hours തന്നെ നമുക്ക് എന്ത് കിട്ടും. ഓക്കെ. പിന്നെ നമ്മളെ ബാക്കിയുള്ള നമുക്ക് ഈ പറഞ്ഞതുപോലെ പാക്കേജുമായി ബന്ധപ്പെട്ടുള്ള വരുമാനവും മൾട്ടി ലെവൽ റിവാർഡ്സിന്റെ വരുമാനത്തിലൊക്കെ നമുക്ക് വരുമാനം കിട്ടുമ്പോൾ ഒരു 5% സർവീസ് ചാർജ് ഈടാക്കിയിട്ടാണ് കിട്ടുക. പിന്നെ ട്രേഡിംഗ് പ്രോഫിറ്റിന് അത് ഈടാക്കുന്നില്ല. ഇനി നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റിന്റെ സമ്മറി നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ജനുവരി മാസമാണ് നമ്മൾ ഈ ഒരു മാസ്റ്റർ കോപ്പി ട്രേഡിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അവിടെ ആദ്യത്തെ 15 ദിവസം കൊടുത്തത് 3.15 ആണ്. ഇനി ഫെബ്രുവരി മാസം നോക്കുകയാണെങ്കിൽ 29 ദിവസമാണ് ഉള്ളത്, അല്ലെങ്കിൽ 28 ദിവസമാണ് ഉള്ളത്. അവിടെ 6.3 കൊടുത്തു. മാർച്ച് മാസമാണെങ്കിൽ 7.05 കൊടുത്തു. ഏപ്രിൽ 7.2, മെയിൽ 7.2, ജൂണിൽ ഇപ്പോൾ ഓൾറെഡി ജൂൺ മാസത്തത് ജൂലൈ 1 എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ന് 3.6 ആണ് പ്രോഫിറ്റ് വന്നിട്ടുള്ളത്. ടോട്ടൽ 7.2 ഈ ഒരു ജൂലൈ മാസം എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്റ്റാർട്ടിങ് വന്ന ആളുകൾക്കൊക്കെ SWP ക്യാഷ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ജനുവരി മാസം കൊടുത്തത് ഫെബ്രുവരി 1ാം തീയതി കൊടുത്തത് 3%, മാർച്ചിൽ കൊടുത്ത 3%, ഏപ്രിൽ 3, മെയിൽ 3, ജൂണിൽ 2. ഈ ഇന്നത്തെ എത്രയാണെന്നുള്ളത് നോക്കണം. മിക്കവാറും 2% ആകാൻ സാധ്യത. എന്തായാലും ഈ രീതിയിൽ ഇപ്പോൾ തന്നെ ഏകദേശം 14% ഓൾറെഡി ആയി. ഈ മാസം കൂടെ ഒരു 16% ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാഷ് ബാക്ക് ആയിട്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പം നമ്മൾ വലിയൊരു പാർട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു നിയോഫെ അക്കാദമിയിൽ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു നിയോഫെ അക്കാദമിയുടെ ഈ ഒരു ഭാഗമായിക്കൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു ഫോറക്സ് മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ള അവസരം, അതോടൊപ്പം തന്നെ
നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഫോറക്സ് കമ്മ്യൂണിറ്റി നമ്മളെ താഴെ തന്നെ ബിൽഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ആക്റ്റീവായിട്ടും പാസീവായിട്ടും ഒരുപാട് വരുമാനം നേടാനുള്ള അവസരം നിയോഫെ അക്കാദമിയിലുണ്ട്. നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ കരിയറിലൂടെ ഒപ്പം തന്നെ നമുക്ക് നിയോഫെ അക്കാദമി കൊണ്ടുപോയിട്ട് വലിയ രീതിയിലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് നിയോഫെ അക്കാദമിയിൽ നിന്ന് ഉണ്ടാവും. അപ്പം എല്ലാ ആളുകൾക്കും വലിയ വിജയം നിയോഫെ അക്കാദമി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച് ഷമീം ബ്രോ, താങ്ക് യു. അപ്പം തീർച്ചയായിട്ടും നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഫോറസ്റ്റ് എഡ്യൂക്കേഷന്റെ പ്രത്യേകത എന്താണ്, അതേപോലെ തന്നെ നിയോഫെ അക്കാദമിയിലൂടെ ഒരു പാസീവ് ആൻഡ് ആക്റ്റീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഐഡിയ കിട്ടി. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പൊ ഇതുവരെ അറ്റൻഡ് ചെയ്ത എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അതോടൊപ്പം എടുത്തു പറയുന്ന ഒരു കാര്യം, ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം കൂടെ, നിയോഫെ അക്കാദമിയുടെ ക്യാഷ് ബാക്ക് ഓഫർ ജൂലൈ 31 തീരുകയാണ്. അപ്പം ഇന്ന് ഇവിടെ അറ്റൻഡ് ചെയ്തവർ, തീരുമാനം എടുത്തവരുണ്ടാവാം, തീരുമാനം എടുക്കാത്തവരുണ്ടാവാം, ഓൾറെഡി ജോയിൻ ചെയ്തവരുണ്ടാവാം. നിങ്ങൾക്ക് എടുക്കുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് 0 കോസ്റ്റിൽ ഫോറസ്റ്റ് എഡ്യൂക്കേഷനും നിയോഫെ അക്കാദമിയുടെ പാട്ടാൻ പറ്റും എന്നുള്ളതാണ്. അതായത് 100% ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് ഫോറസ്റ്റ് എഡ്യൂക്കേഷൻ ലഭിക്കുന്നു. അതും ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നിട്ടും നിങ്ങളുടെ കംഫർട്ട് പ്ലേസിൽ, നിങ്ങളുടെ കംഫർട്ട് ടൈമിൽ ഇരുന്നിട്ട്, നിങ്ങളുടെ കംഫർട്ട് ടെറിട്ടറിയിൽ ഇരുന്നിട്ട് ഫോറസ്റ്റ് എഡ്യൂക്കേഷൻ പഠിക്കാൻ പറ്റും. ഏത് രാജ്യത്ത് ഏത് സമയത്ത് നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നിട്ട് പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഏത് കോണിലുള്ളവരെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യാം. നിയോഫെ അക്കാദമി കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷനും ട്രാൻസ്പെറന്റ് ആയിട്ടും കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കുകയും ഒരു ട്രസ്റ്റഡ് ഫിനാൻഷ്യൽ ഫ്രീഡം ക്രിയേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യാനാണ് മുമ്പോട്ട് പോകുന്നത്. അതിന്റെ പാർട്ടാവാൻ വേണ്ടിയിട്ട് ഇന്നൊരു നല്ല ദിവസമാണ് ജൂലൈ 1 എന്ന് പറയുന്നത്. എല്ലാവരെയും ഞങ്ങൾ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നിയോഫെ അക്കാദമി ഫാമിലിയിലേക്ക്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്.